ഓം നമ ശിവായ. നാം ഇന്ന് 17ാമത്തെ വീഡിയോയാണ് തുടങ്ങുന്നത്. അതിൽ 6ാം ഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. തസ്കരാരാദി വിഘ്നാദി വ്യതിച്ച തനുക്ഷതി മരണം വാരി ശസ്ത്രാണി ചിന്തനീയം ഹി ഷഷ്ടത. തസ്കരാരാദി വിഘ്നാദി, കള്ളന്മാർ, ശത്രുക്കൾ, തടസ്സം, മനോദുഃഖം, രോഗങ്ങൾ, ദേഹത്തിന് പറ്റുന്ന പരിക്ക്, ശത്രുവിൻ്റെ ആയുധം കൊണ്ടുള്ള മരണം എന്നിവയാണ് നമ്മൾ 6ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് പറയേണ്ടത് ഓരോ മാസങ്ങളിലുള്ള നമ്മളുടെ ദശാനുഭവങ്ങളാണ് പറയുന്നത്. ഓരോ മാസങ്ങളിലും നമ്മൾക്ക് വരാവുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? അത് അവരവർ ജനിച്ച നക്ഷത്രം എടുക്കുക. ആ നക്ഷത്രം മുതൽ സംക്രമ നക്ഷത്രം, ആ മാസത്തിലെ സംക്രമ നക്ഷത്രം വരെ എണ്ണുക. അതിനെ 4 കൊണ്ട് ഗുണിച്ച് 9 കൊണ്ട് ഹരിക്കുക. ആ ഹരണഫലത്തിന് ശേഷം ശിഷ്ടം വരുന്നത് 1, 2, 3, 4, 5 അങ്ങനെയുള്ള 9 സംഖ്യ വരെ എടുക്കുക. ആ സംഖ്യകളിലെ കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്? അവരവർ ജനിച്ച നക്ഷത്രം മുതൽ സംക്രമ നക്ഷത്രം വരെ എടുക്കുക. ആ മാസത്തെ സംക്രമ നക്ഷത്രം വരെ എടുക്കുക. ആ സംക്രമ നക്ഷത്രത്തിനെ വരെയുള്ള സംഖ്യ എണ്ണി കഴിയുമ്പോൾ അതിനെ 4 കൊണ്ട് ഗുണിച്ച് 9 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം നമ്മൾ എടുക്കുക. അത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ എടുക്കുക. അതിൻ്റെതായിരിക്കും ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് ഓരോ മാസവും. അതെങ്ങനെയാണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് രോഹിണി നക്ഷത്രം എടുക്കുക. ആ രോഹിണി നക്ഷത്രത്തിൻ്റെ മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾ എടുക്കുക. അത് 24 നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. ആ 24 സംഖ്യയെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കുക. 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾക്ക് 96 കിട്ടുന്നു. ആ 96നെ നമ്മൾ 9 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ശിഷ്ടം 6 നമ്മൾക്ക് ലഭിക്കുന്നു. അപ്പോൾ 6 പറയുമ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്ന ഫലങ്ങൾ എന്നാണ് നമ്മൾക്ക് നോക്കേണ്ടത്. ആ 6 വരുന്ന ഫലങ്ങൾ മൃഷ്ടാന്ന ഭോജനം, ധനലാഭം, മനസന്തോഷം, വസ്ത്രലാഭം എന്നിവയാണ് 6 വരുന്നത്. ഇനി 1 ശിഷ്ടം വരുന്നെങ്കിൽ എന്താണ്? സൂര്യനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. തൊഴിൽ ലബ്ധി, സ്ഥാനമാനങ്ങൾ, നല്ല ഫലം, ശിരോരോഗം, അതുപോലെ തന്നെ സഞ്ചാരം, ഇവയെല്ലാം നമ്മൾക്ക് ആ മാസം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. ഫലങ്ങളാണ്. 2 നമ്മൾക്ക് ശിഷ്ടം വരുന്നതെങ്കിൽ ബുധനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾക്ക് വിജയമുണ്ടാകും, ധനപ്രാപ്തി ഉണ്ടാകും, പുത്രലാഭം, നല്ല വിദ്യ, മരണഭീതിയും നമ്മളുടെ മനസ്സിലുണ്ടാകും. 3 നമ്മൾക്ക് ശിഷ്ടം വരുന്നതെങ്കിൽ രാഹുവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമുക്ക് മനക്ലേശം ഉണ്ടാകും, അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മരണവാർത്ത നമ്മൾ കേൾക്കും. 4 ശിഷ്ടമെങ്കിൽ ഗുരുവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രാജപ്രീതി ഉണ്ടാകും, അഥവാ വ്യാഴത്തിനെ കുറിച്ചാണ്. രാജപ്രീതി, മഹാസൗഭാഗ്യം, ധനലാഭം, പുത്രലാഭം, വസ്ത്രലാഭം ഇവയെല്ലാമാണ് ഉണ്ടാകുന്നത് ആ മാസം. 5 നമ്മൾ കേതുവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൃഷ്ടിദോഷമുണ്ടാകും, മനദുഃഖമുണ്ടാകും, നമ്മൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ കരുതിയിരിക്കുക. അതുപോലെ തന്നെ 6 ശിഷ്ടം വരുന്നതെങ്കിൽ ചന്ദ്രനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. മൃഷ്ടാന്ന ഭോജനം, ധനലാഭം, മനസന്തോഷം, വസ്ത്രലാഭം എന്നിവ നമ്മൾക്കുണ്ടാകും. ഇനി 7 ശിഷ്ടം വരുന്നതെങ്കിൽ നമ്മൾ ശനിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നീചബാധ, ഉപദ്രവങ്ങൾ ഉണ്ടാകും, ശത്രുദോഷങ്ങൾ ഉണ്ടാകും, മനോദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. 8 നമ്മൾ ശുക്രനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിദ്രാസൗഖ്യമുണ്ടാകും, ധനാഗമം ഉണ്ടാകും,
ബന്ധു ഐശ്വര്യങ്ങളുണ്ടാകും, ബന്ധു സൗഖ്യമുണ്ടാകും, ഉന്നത സ്ഥാനമാനങ്ങൾ നമ്മൾക്ക് ലഭിക്കും. 9 ആണെങ്കിൽ നമ്മൾ കുതിരയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. വാക്പോരുണ്ടാകും, ക്രൂര വാർത്തകൾ നമ്മൾ കേൾക്കും, രക്തകോപം കൊണ്ടുള്ള അസുഖങ്ങൾ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവയെല്ലാമാണ് നമ്മൾ ദശാസന്ധി ഓരോ മാസവുമുള്ള ദശാസന്ധി അനുസരിച്ചുള്ള ഫലങ്ങൾ ചിന്തിക്കുന്നത്. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ചിങ്ങം രാശിയെക്കുറിച്ചാണ് പറയുന്നത്. ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ അതിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ്? മകം, പൂരം, ഉത്രത്തിൽ കാലാണ് ചിങ്ങം രാശി. അവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവം എങ്ങനെയാണ്? അതായത് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്നവർ ആയിരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. പ്രവൃത്തികളിൽ കഴിവുള്ളവരായിരിക്കും. അനാവശ്യ കാര്യങ്ങളിൽ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നവരായിരിക്കുകയില്ല. ഇത്രയുമാണ് അവരുടെ പൊതുവായിട്ടുള്ള ഗുണങ്ങൾ. എന്നാൽ അവരിലെ മകം, പൂരം, ഉത്രത്തിൽ കാലാണ് അവരുടെ നക്ഷത്രമെന്ന് പറഞ്ഞു. അത് വെച്ച് നമുക്ക് നോക്കാം. മകമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് മകം മുതൽ രേവതി വരെ വരുമ്പോൾ 19 നക്ഷത്രം വരുന്നു. ആ 19നെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 76 കിട്ടുന്നു. ആ 76നെ നമ്മൾ 9 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമ്മൾക്ക് 3 ശിഷ്ടം വരുന്നു. ആ 3 കൊണ്ടുള്ള ഫലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് നോക്കേണ്ടത്. ആ 3 കൊണ്ടുള്ള ഫലമെന്ന് പറയുമ്പോൾ നമ്മൾക്ക് രാഹുവാണ് ഇതിൻ്റെ ഫലമാണ് പറയേണ്ടത്. മരണവാർത്ത കേൾക്കാം, മനക്ലേശമുണ്ടാകാം, അസുഖങ്ങളുണ്ടാകാം, അതിനെല്ലാം തന്നെ കാരണമുണ്ടാകാം എന്ന് നമ്മൾ നേരത്തെ കരുതിയിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്കിന്ന് പറയുവാനുള്ളത്. ഇതെല്ലാം തന്നെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യുവാനും താല്പര്യപ്പെടുന്നു. ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നമ്മൾ പര്യവസാനിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.